നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് IAS എഡ്യൂക്കേഷൻ സിറ്റി ചിറ്റലപ്പള്ളിയിലെ IAS ആർക്കിടെക്ചർ കോളേജിലാണ്. ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള എൻട്രൻസ് എക്സാമായ നാറ്റയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. IAS ആർക്കിടെക്ചർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും മാതൃക ആർക്കിടെക്ട്സിന്റെ സാരഥിയുമായ ഷബ്ന മാമിനോട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. മിസ്, നാറ്റയെ കുറിച്ച് നമുക്കിപ്പോ നാറ്റയ്ക്ക് അറിയാം, ആർക്കിടെക്ചർ സ്റ്റുഡൻസിന് ആർക്കിടെക്ചർ കരിയർ തിരഞ്ഞെടുക്കണമെങ്കിൽ നാറ്റ എന്ന് പറഞ്ഞൊരു കോഴ്സ്, എൻട്രൻസ് കോഴ്സ് ചെയ്യണമെന്ന് അറിയാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുക? ഓക്കെ, വിദ്യാർത്ഥികൾക്കായിട്ട് നാറ്റ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ അതിന് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ഓൾറെഡി കുറച്ച് റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കൂടാതെ ഇതിന് യോഗ്യത ബേസിക് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സ്ട്രീമിൽ +1 പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇതിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ +2 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സ്ട്രീമിൽ ബേസുള്ള +2 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇതുപോലെ ഇതിനു വേണ്ടി അപേക്ഷിക്കാം. ഇതുകൂടാതെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന്റെ ബേസിസിൽ പോകുന്ന ഡിപ്ലോമ എക്സാമിന് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്കും അതുപോലെ അത് പാസ്സായിട്ടുള്ള കുട്ടികൾക്കും ഇതിനു വേണ്ടി അപേക്ഷിക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡമെങ്കിലും കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ പറയുന്ന പോലുള്ള റെഗുലേഷൻസ് വരുന്ന ബാക്കി കാര്യങ്ങളും കൂടി ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ ഈ ഏത് എക്സാം ആണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാംസിലെല്ലാം മൊത്തം മാർക്ക് 50% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്ട്സിൽ 50% മാർക്ക് സ്കോർ ചെയ്യാനാണ്. ഇത് രണ്ടുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഡിപ്ലോമ കോഴ്സുകൾക്കാണെങ്കിലും തന്നെ മാത്തമാറ്റിക്സ് വിഷയങ്ങളിലും അതുപോലെ മൊത്തം മാർക്ക് 50% മാർക്ക് മിനിമം വേണതാണ്. അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ആർക്കിടെക്ചറിലേക്ക് കടന്നു വരാം. അതെ, ഓക്കെ. അപ്പൊ നമുക്കിത് +2 കഴിഞ്ഞവർക്കാണോ, എക്സാം പാസ്സായവർക്കാണോ ഈ നാറ്റ അറ്റൻഡ് ചെയ്യാൻ പറ്റുക, അതോ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ നാറ്റ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാറ്റ എക്സാമിന്റെ കാലാവധി 2 വർഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് +1 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇതിനു വേണ്ടി അപ്പിയർ ചെയ്യാവുന്നതാണ്. അതായത് +1ലും നമുക്ക് വേണമെങ്കിൽ എഴുതാം, അതുപോലെ തന്നെ +2 സമയത്തും വേണമെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് എഴുതാവുന്നതാണ്. ഇപ്പൊ 10th കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എൻട്രൻസ് കോച്ചിങ്ങിന് പോവാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ നാറ്റയ്ക്ക് എന്തെങ്കിലും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നാറ്റ കോച്ചിങ് ഇപ്പൊ ഒരുപാട് എക്സാം സെന്റേഴ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ IAS കോളേജിൽ തന്നെ നാറ്റ എക്സാം സെന്റർ ആണ്. അപ്പൊ നമുക്ക് അതിനോടനുബന്ധിച്ച് ഒരുപാട് കോഴ്സ് പ്രോഗ്രാംസും അതുപോലെ കോച്ചിങ് സെന്റേഴ്സുമായിട്ട് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ +2 കഴിഞ്ഞ ഒരാൾക്ക് ധൈര്യപൂർവ്വം കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? ഇപ്പൊ നമുക്ക് കണ്ടറിയാം, ഇപ്പൊ എല്ലാവരും എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഇപ്പൊ ആർക്കിടെക്ചറിലായാലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയാലും ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ AI ഒക്കെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ആർക്കിടെക്ചറിന് എന്തൊക്കെ ജോലി സാധ്യതയാണ് വരുന്നത്? ഇപ്പൊ എല്ലാവരും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ജോലി ഓറിയന്റഡ് ആയിട്ടാണല്ലോ വരുന്നത്. ഏറ്റവും പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് സാധ്യതയാണ് തുറന്നിടാൻ പറ്റുന്നത്? ആർക്കിടെക്ചർ എന്നുള്ള ഒരു സ്ട്രീം തന്നെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. ഇപ്പോൾ കലയോടും അതുപോലെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് ആർക്കിടെക്ചർ. പിന്നെ അതിന്റെ സ്കോപ്പ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് ആർക്കിടെക്ചറിനെ ഡൈവേർട്ട് ചെയ്ത് തന്നെ വിടാൻ പറ്റും. അതായത് ആർക്കിടെക്ചർ പ്രൊഫഷൻ എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ AI അഡ്വാൻസ്മെന്റും അതുപോലെ അതിൽ നമുക്ക് മാസ്റ്റേഴ്സ് വെച്ച് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് സ്ട്രീംസ് ഉണ്ട്. അർബൻ ഡിസൈൻ, അർബൻ പ്ലാനിങ്, അല്ലെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ്വെയറിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസിൽ തന്നെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഇതിന്റെ മറ്റു മേഖലകളിലേക്ക് കടക്കാവുന്നതാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്ചർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് പണിയ എന്നതിനായിട്ടുപരി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മേഖലയിലേക്ക് തിരിയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് സിവിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു കൺസ്ട്രക്ഷൻ മേഖലയായിരിക്കും വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് തിരിയാൻ പറ്റുമെന്ന് മാം പറഞ്ഞു. ഒരു ഉദാഹരണമായിട്ട് ഈ ഒരു ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കൺസ്ട്രക്ഷൻ അല്ലാതെ തന്നെ ഏതൊക്കെ മേഖലയിലേക്ക് തിരിയാൻ പറ്റും?
ശരിക്കും എനിക്കിപ്പോ ഈ ആർക്കിടെക്ചറായിട്ട് വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് കുറെ ബിൽഡിങ്സ് ആണ്. അപ്പൊ ശരിക്കും അത് എന്താണ്, അതൊന്നും ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ബിൽഡിങ്സ് ആണോ, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ആണോ, അതോ മാം ഈ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്യുന്നതാണോ, അതെന്താണ് ശരിക്കും ആർക്കിടെക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ബേസിക് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ബിൽഡിംഗ് അതിന്റെ ഡിസൈനിങ് തന്നെയാണ് നമ്മളുടെ ആർക്കിടെക്ചർ പ്രൊഫഷന്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്. പക്ഷെ അതിന് നമുക്ക് ഏത് രീതിയിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്യാമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബിം അതുപോലത്തെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ പിന്നെ ആപ്ലിക്കേഷൻ ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ബിം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോൾ ലാർജർ ലെവൽ, മിഡിൽ ഈസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ അതിൻ്റെ റോള് നമുക്ക് ഒരുപാട് കണ്ടു കഴിഞ്ഞു. ഇപ്പം അങ്ങനെ പഠിക്കുന്നവർക്ക് ഒരുപാട് ഡിമാൻഡ് ഇപ്പം കൂടുതലാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഓൺലൈൻ ത്രൂ ആണോ, അതോ നമ്മുടെ സാധാരണ എൻട്രൻസിനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണോ? www.nata.in എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ അതിൽ കയറി നമുക്ക് ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നാറ്റ 2024 ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് 1 മുതൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അത് ഇപ്പോൾ എക്സാം സെൻറ്റേഴ്സിലൊക്കെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ് ഇപ്പോൾ നാറ്റ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. അതിൽ ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും എക്സാംസ് ഒക്കെ 2 സെഷൻസ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ റെഗുലേഷൻസിൽ പറയുന്ന പോലെ 2 സെഷൻസ് ആയിട്ടാണ് നാറ്റ എക്സാംസ് ഉണ്ടാവുക. ആ 2 സെഷൻസും ശനി ഞായർ ദിവസങ്ങളിൽ ഈ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ അതായത് സെന്ററുകളിൽ നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. രജിസ്ട്രേഷൻ ഓൺലൈൻ ത്രൂ തന്നെ? രജിസ്ട്രേഷൻ ഓൺലൈനാണ്. ഈ പറഞ്ഞ www.nata.in എന്നുള്ള സൈറ്റിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ, അതായത് 3 സെഷൻസ് ആയിട്ടാണ് ഫോം ഫില്ല് ചെയ്യാനുണ്ടാവുക. ഫസ്റ്റ് പേഴ്സണൽ ഡാറ്റ എൻറ്റർ ചെയ്യാൻ, പിന്നെ ഡോക്യുമെന്റ് ഫയൽ അവർ ചോദിക്കുന്ന അതായത് ഡോക്യുമെന്റ്സ് ഉണ്ടാവും, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് സെഷനായിട്ട് ഇതെല്ലാം പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീസിന്റെ പേയ്മെന്റ് ആവും. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ അത് നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ഡിസൈനർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സ്ട്രീം മാത്സ് ബേസ്ഡ് ആണ്, അതേപോലെ മാത്സ് ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മൾക്ക് എടുത്തു തുടങ്ങുന്നതെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ നാറ്റ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ. താങ്ക് യു മാം. താങ്ക് യു.